പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിലും അതേപോലെ തന്നെ കൊമേഴ്സിലൊക്കെ വരുന്ന പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പാറ്റേൺസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞു പോയ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ചിട്ട് ഈ വർഷം മുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. MCQ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ് വരുന്നത്. ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് അവതരിപ്പിക്കും. നാളെ പിന്നെ അടുത്ത വീഡിയോസിൽ 2 മാർക്ക്, പിന്നെ 3 മാർക്ക്, 4 മാർക്ക് ആ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, 3 മണിക്കൂറിൻ്റെ എക്സാമാണ് വരുന്നത്. ഉച്ചക്ക് 2:30 മണി മുതൽ 5:30 മണി വരെയാണ് വരുന്നത്. 80 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയാണ്. അതിൻ്റെ 33%, ഏകദേശം 26 മാർക്ക് എഴുതി പാസ്സാവണം. ഈ മാർക്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്ക് ഉൾക്കൊള്ളില്ല. എന്നാൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് 100-ൽ 33 മാർക്ക് തന്നെ എഴുതി പാസ്സാകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഏത് കറക്റ്റ് ഓപ്ഷൻസ് ആണെങ്കിൽ അത് നമ്മൾ ആൻസർ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്: സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻസ്. എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് ഹൗ മെനി സ്റ്റേറ്റ് അറ്റ് വൺ ടൈം. ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് എത്ര സ്റ്റേറ്റിൽ മെമ്പറാകാം എന്നുള്ളതാണ്. ഒരു സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു സ്റ്റേറ്റിൽ മാത്രമേ മെമ്പറാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ 1 A ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. 2-ൽ 1 ഉണ്ട്, 2-ൽ 2 ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. 1 മാർക്കാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദ ഓപ്ഷൻ വെദർ ദി ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഓർഗനൈസർ. ഒരു ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് അല്ലേ, അത് ഗവൺമെന്റിന്റെ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ഉത്തരം കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ മെമ്പർ ഓഫ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ എത്ര ദി മെമ്പർഷിപ്പ് ഓഫ് ദി സ്റ്റേറ്റ്സ്. സ്റ്റേറ്റിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ആണ്. അതിന്റെ ആൻസർ B ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിൽ 1 മാത്രമേ ഉള്ളൂ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഒരു അസോസിയേഷന്റെ, ഒരു സംഘടനയുടെ, ഒരു അസോസിയേഷന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത്? ഓർഗനൈസേഷൻ ഓഫ് പീപ്പിൾ, അത് ശരിയാണ്. സം കോമൺ ഒബ്ജക്റ്റീവ്, ചില പ്രത്യേക ലക്ഷ്യങ്ങൾ, അത് ശരിയാണ്. ജോയിന്റ് എഫേർട്ട്, എല്ലാവരും കൂടി ഉള്ള ഒരു കഴിവ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ D ആണ്. എല്ലാതും ഇതിൽ ശരിയാണ്. അസോസിയേഷന്റെ പ്രത്യേകതയിൽപ്പെട്ടാണ്. ഇനി നാലാമത്തിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1ഉം 2 ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഹു വാസ് എ ഫ്രഞ്ച് ഐഡിയലിസ്റ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫർ ആരാണെന്നുള്ളത്. അതിന്റെ ആൻസർ റൂസോ ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ. ലിബറലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ്. അത് ആരുടെ, ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റിൽ പെട്ട ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: വെൻ എ നാഷൻ അറ്റൻ, ഒരു നാഷൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നത് നാഷൻ സ്റ്റേറ്റ് ആകുമ്പോഴാണ്. അതിന്റെ ആൻസർ C ആണ്. ഇനി 6ൽ 2 ചോദ്യം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന്. എ പേഴ്സൺ അറസ്റ്റഡ് അണ്ടർ പ്രിവെന്റീവ് അല്ലേ, ഒരു തടങ്കലിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ക്യാൻ ബി ജയിൽ വിത്തൗട്ട് ദി ട്രയൽ എ മാക്സിമം പീരിയഡ്. മാക്സിമം പീരിയഡ് എന്ന് പറയുന്നത് 3 മാസമായിരിക്കും എന്നുള്ളതാണ്. 3 മാസം കൂടാത്ത രീതിയിൽ അയാളെ തടങ്കലിൽ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ്: എനി പേഴ്സൺ അറസ്റ്റഡ് ബൈ ദി പോലീസ്. ഏതെങ്കിലും ആളുകൾ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ഷാൽ ഹാവ് ദി പ്രൊഡ്യൂസർ ബിഫോർ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ, അടുത്തുള്ള ഒരു മജിസ്ട്രേറ്റിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ആൻസർ 24 hours ആണ്. അപ്പോൾ ലാസ്റ്റ് D ആണ് ആൻസർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അതിലെല്ലാത്തിലും നമ്മൾ പറയുന്നത് ദ സീസ്ഫയർ എന്ന് പറയുന്നുണ്ട്. സീസ്ഫയർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തലാണ്. ദ സീസ്ഫയർ ലൈൻ, ഈ വെടിനിർത്തൽ ലൈൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് 1951
കാൾഡ് LOC ആഫ്റ്റർ 1965. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സി ആണ്. സി സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യലുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോ, ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ്. ഡൂറന്റ് ലൈൻ ഈസ് എ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യയുടെയും ചൈനയുടെയും ബൗണ്ടറി ലൈനാണ് ഡൂറന്റ് ലൈൻ. അത് തെറ്റാണ്. ഇനി അടുത്തത് എട്ടാമത്തിന്റെ ആൻസറാണ്. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ് അബൌട്ട് പ്രിൻസിപ്പിൾ പഞ്ചശീല തത്വങ്ങളിൽ തെറ്റായത് ഏതാണെന്നുള്ളതാണ്. മ്യൂച്വൽ റെസ്പെക്ട് ഓഫ് ഈച്ച് അതർ, അല്ലെ, എല്ലാവരും പരസ്പരം റെസ്പെക്ട്, അതൊക്കെ ശരിയാണ്. മ്യൂച്വൽ നോൺ അഗ്രഷൻ, അത് ശരിയാണ്. ഇൻഫറൻസ് ഓഫ് ഈച്ച് അതർ ഇന്റേണൽ അഫേഴ്സ് ആണ്. പരസ്പര ആന്തരിക കാര്യങ്ങളിൽ അനുമതി ഉണ്ടാകുക എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ സി ആണ് തെറ്റ്. 8 സി ആണ് തെറ്റ്. 9ാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഷിംല പാക്ട്, ഷിംല കരാർ എന്ന് പറയുന്നത് സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും നമുക്കതിന് അതിൽ സൈൻ ചെയ്തത് ഈ 2 രാഷ്ട്രങ്ങളാണ്. അത് ശരിയാണ്. ഇനി ബി ആണ് അണ്ടർ ഷിംല പാക്ട് കാശ്മീർ ഇഷ്യൂ കനോട്ട് ബി റൈസ്. ഇതിൽ കാശ്മീർ പ്രശ്നം റൈസ് ചെയ്തില്ല ഇൻ ഇന്റർനാഷണൽ ഓർ എൻ അതർ ഫോറം. അതും ശരിയാണ്. ഷിംല പാക്ട് ഓഫ് 1900 വയലേറ്റഡ് ബൈ പാകിസ്ഥാൻ മെയിൻ. 1972 ഷിംല പാക്ട് ആര് വയലേറ്റ് ചെയ്തു? പാകിസ്ഥാൻ. 1999. അതും ശരിയാണ്. അപ്പോൾ 9ന്റെ ആൻസർ എല്ലാം ശരിയായിട്ടാണ് കാണുന്നത്. ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഇനി നമുക്ക് 9ൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നമുക്ക് സി ആണ് കറക്റ്റ് വരുന്നത്. ദി ബാൻഡൻ കോൺഫറൻസ് ഓഫ് ആഫ്രോ ഏഷ്യൻ കൺട്രീസ്. ആഫ്രോ ഏഷ്യൻ കൺട്രീസിലെ ബാൻഡൻ കോൺഫറൻസ് ഹെൽഡ് ചെയ്തത്, നടപ്പിലാക്കിയത് 1955. അതാണ് ശരി വരുന്നത്. ഇനി 10ാമത്തേല് ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോൺ അലൈൻമെന്റ്. നോൺ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്താണ്? അതിന്റെ ആൻസർ ഡി ആണ്. ഇറ്റ്സ് ദ ഫേവർ ഓഫ് ജോയിനിങ് എനി മിലിറ്ററി അലയൻസ് ഫോംഡ് ബൈ ദി US ആൻഡ് സോവിയറ്റ് യൂണിയൻ. USA അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനും കൂടി എന്ത് മിലിറ്ററി അലയൻസ് ഫോം ചെയ്തു. അത് തെറ്റായിട്ടുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സിലോൺസ് ആൻഡ് തമിഴ് ആർ ദ 2 ലാംഗ്വേജ് മെയിൻലി സ്പോക്കൺ. ശ്രീലങ്കയിൽ 2 ലാംഗ്വേജ് ആണ് സിലോണും തമിഴും. അത് ശരിയാണ്. 2 ലാംഗ്വേജ് അവിടെ സംസാരിക്കുന്നുണ്ട്. പാൾട്ട് സ്ട്രൈറ്റ് സെപ്പറേറ്റ് ഇന്ത്യ ആൻഡ് ഇസ്രായേൽ. പാൾക്ക് സ്ട്രൈറ്റ് ആണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതും ശരിയാണ്. അപ്പൊ അതിന്റെ ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. ഇനി 11ാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് അബൌട്ട് ഡിസ്ട്രിക്ട്. നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്. ഡിസാർമെന്റ് ഈസ് എ പോസിബിൾ എലിമിനേഷൻ ഓഫ് ഡേഞ്ചറസ് വെപ്പൺ ആണ്. നിരായുധീകരണം എന്ന് പറയുന്നത് എന്ത് പറയുന്നതാണ്? നമ്മൾ ഒഴിവാക്കണം. അത് ന്യൂക്ലിയർ ആയിട്ട് അപകടകരമായിട്ടുള്ള ആയുധങ്ങളൊക്കെ അവിടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി 12ാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ ദി കറക്റ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ സി ആണ്. ഇന്ത്യ വാസ് എ സെക്കൻഡ് ബിക്കം പാർട്ടി ഓഫ് പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി 1963 എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ദി നമ്പർ ഓഫ് മെമ്പർഷിപ്പ് കൺട്രി വിത്ത് യുണൈറ്റഡ് നാഷൻ. യുണൈറ്റഡ് നാഷനിൽ എത്ര മെമ്പർഷിപ്പ് വേണമെന്നുള്ളതാണ്. യുണൈറ്റഡ് നാഷനിലെ മെമ്പർ ഓഫ് കൺട്രീസ് എത്ര കൺട്രീസ് വരുന്നുണ്ട്? 192 കൺട്രീസ് അതിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ വിച്ച് ദി ഫോളോയിങ് യുണൈറ്റഡ് നാഷണൽ ചാർട്ടേഴ്സ് ആണ്. 1945 യുണൈറ്റഡ് നാഷണൽ ചാർട്ടർ സൈൻ ചെയ്യുന്നത് ആരാണ്? സാൻ ഫ്രാൻസിസ്കോ ആണ്. ആൻസർ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം UN ഡേ സെലിബ്രേറ്റഡ് ആണ്. UN ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? അതിന്റെ ആൻസർ ബി ആണ്, 24 ഒക്ടോബർ. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ദിനം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? ആൻസർ 10 ഡിസംബർ ആണ്. സി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യമാണ് ജനറൽ അസംബ്ലി ഇൻ ദി UN കോൺസ്റ്റിറ്റ്യൂട്ട് മെമ്പർ ഓഫ്. ജനറൽ അസംബ്ലി ഉണ്ട്, പൊതു അസംബ്ലി വരുന്നുണ്ട് UN. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെമ്പർമാരായിരിക്കും ഓൾ മെമ്പർ ഓഫ് കൺട്രി ലിസ്റ്റഡ് ബൈ UN. UN ലിസ്റ്റ് ചെയ്ത എല്ലാ മെമ്പർമാരും അതിൽ വരും. ഇനി അടുത്ത ചോദ്യമാണ് എ പ്രിവിലേജ് ടു കാസ്റ്റ് നെഗറ്റീവ് വോട്ടുകളൊക്കെ തടയുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. സബ്സ്റ്റൻറ്റീവ് മാറ്റർ ബൈ 5 പെർമനന്റ് മെമ്പർ ഓഫ് UN കാർഡ്. അതിനാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. 5 പെർമനന്റ് 5 സ്ഥിരാംഗങ്ങളുടെ അധികാരങ്ങൾ അവിടുന്ന് പിൻവലിക്കുന്നുണ്ട്. അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ബി ആണ് ആൻസർ.
ഇനി 49 മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോം യുണൈറ്റഡ് നേഷൻ. എന്താണ് യുണൈറ്റഡ് നേഷൻ? UN രൂപീകരിക്കുന്നതുമായിട്ടുള്ള പ്രധാന ലക്ഷ്യം എന്താ? അതിൽ ഫസ്റ്റ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്ര സമാധാന സുരക്ഷ, ശരിയാണ്. ടു എൻഡ് കോൾഡ് വാർ ഓൺലിയാണ് അല്ലേ, ശീതസമരം അവസാനിപ്പിക്കുക, അത് ശരിയാണ്. പ്രൊമോട്ട് കൾച്ചറൽ, നല്ല സാംസ്കാരികപരമായ ഒരു ബന്ധം പുലർത്തുക, അതൊക്കെ ശരിയാണ്. അപ്പോൾ എയും ബിയും സി ശരിയാണ്. ആൻസർ ഡി ആണ്, ഓൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് മെയിൻ്റെനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് അല്ലേ, അന്താരാഷ്ട്ര സമാധാന സുരക്ഷിതം എന്ന് പറയുന്നത് UN റെസ്റ്റോർഡ് ബൈ, അത് ആരാണ് റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്? ആൻസർ സെക്യൂരിറ്റി കൗൺസിലാണ്, ബി ആണ്. ഇനി അടുത്ത ചോദ്യമാണ് ദ ജഡ്ജസ് ഇൻ ദി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അപ്പോയിന്റഡ് ബൈ, അന്താരാഷ്ട്ര കോടതിയിലുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലുമാണ്. ആ രണ്ടും ശരിയാണ്. ആൻസർ സി ആണ്, ബോത്ത്. ഇനി അതല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് വിത്ത് റിഗാർഡ് UN പീസ് കീപ്പിംഗ്, UN പീസ് കീപ്പുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ദേ ക്യാരി ലൈറ്റ് ആംസ് അല്ലേ, അത് ദേ ആർ അലൗഡ് മിനിമം ഫോഴ്സ് ഇഫ് അറ്റാക്ക്ഡ്, എയും ബിയും ഇയും ശരിയാണ്, അതാണ് ശരി. ഇനി 52ാമത്തെ ചോദ്യമാണ് ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ് ബൈ UN കണ്ടെയ്ൻ റൈറ്റ് റിലേറ്റഡ് ടു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റഡ് ചെയ്യുന്നത് സിവിലാണ്, പൊളിറ്റിക്കലാണ്, എക്കണോമിക് ആണ്, കൾച്ചർ, എല്ലാം ശരിയാണ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് എംബസ് അണ്ടർ ദി കോൺവെന്റ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ സിവിൽ റൈറ്റുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ശരിയാണ്, ഇക്വാലിറ്റി ബിഫോർ ലോ ശരിയാണ്, ഫ്രീഡം ഓഫ് റിലീജിയൻസ് ശരിയാണ്. അപ്പോൾ ആൻസർ ഡി, ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ശരിയാക്കി. ഇനി ഒരു മാർക്കിന്റെ ഓപ്ഷൻ മൊഡ്യൂൾ 7B വരുന്നതാണ് സോഷ്യൽ സയന്റിസ്റ്റ് ഹു ഹാഡ് ഡൺ ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി. ആരാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബ്യൂറോക്രസിയുമായി ഫസ്റ്റ് സ്റ്റഡി നടത്തിയത്? ആൻസർ മാക്സ് വെബർ ആണ്, ബി ആണ്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ പ്രധാന ധർമ്മം എന്താണ്? ലോ മേക്കാൻ, നിയമനിർമ്മാണം. അടുത്ത ചോദ്യം ബ്യൂറോക്രസി സം ടൈം കൺസിഡർഡ് ബൈ സ്കോളർ. ബ്യൂറോക്രസി എന്ന് പറയുന്നത് ചില സമയത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ളത്? ആൻസർ സി ആണ്, ദ ഫോർത്ത് ഒറിജിൻ ഓഫ് ദി ഗവൺമെന്റ് ആണ്. ഇനി അടുത്ത ചോദ്യമാണ് ദി തീം ഓഫ് ഇന്ത്യൻ മോഡൽ ഓഫ് ബ്യൂറോക്രസി. ഇന്ത്യൻ മോഡൽ ഓഫ് ബ്യൂറോക്രസി ബേസ് ചെയ്തിരിക്കുന്നത് ആൻസർ ബി ആണ്, വെബ്രൈ മോഡലാണ്. അല്ലെങ്കിൽ അതിൽ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഓഫ് ദി ഗവൺമെന്റ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി ഓഫ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത് സിവിൽ സർവന്റുമാരാണ്. ആൻസർ സി ആണ്. ഇനി 48ാമത്തെ ചോദ്യം ദി കൺവെൻഷണൽ വ്യൂ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മോഡൽ ഓൺ ദി ഫാറ്റ്. ആൻസർ ബി ആണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്സ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ് ആണ്. 49 അക്കോർഡിംഗ് ടു ദി സിവിൽ സർവീസ് കണ്ടക്ട് റൂൾ. സിവിൽ സർവീസ് കണ്ടക്ട് റൂൾ പ്രകാരം ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത് കനോട്ട് ബി പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്, രാഷ്ട്രീയത്തിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അടുത്ത ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് പ്രസിഡന്റ് ഇന്ത്യ പ്ലേസ്ഡ് ആനുവൽ റിപ്പോർട്ട് UPSC അല്ലെ, പ്രസിഡന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ മുമ്പിലായിരിക്കും. അത് ബ്യൂറോക്രസി ഡസ് ചെയ്യുന്ന എന്താണ്? എൻഹാൻസ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ആണ്, അത് ശരിയാണ്. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി റൂൾ, അതും ശരിയാണ്. പ്രൊവൈഡ് നെസസറി അഡ്മിനിസ്ട്രേറ്റീവ് ഒബ്ജക്റ്റ്, അതും ശരിയാണ്. അപ്പോൾ ഓൾ ആണ്. അടുത്ത ചോദ്യം ദി ഡിക്ലൈൻ ഓഫ് ന്യൂട്രാലിറ്റി. ന്യൂട്രാലിറ്റി ഡിക്ലൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഡിമാൻഡ് ഓഫ് പ്രഷർ കൊളീഷൻ പൊളിറ്റിക്സ് ആണ്, അതേപോലെ പ്രോസസ് ഓഫ് പോളിസി മേക്കിംഗ് ആണ്, അതൊക്കെ ശരിയാണ്. അപ്പോൾ എയും ബി ആണ് ശരി. 52ാമത്തെ ചോദ്യം ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ARC കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1996 വാസ് റിലേറ്റഡ്. AC എന്തുമായ റിലേഷൻ ആണ്? ഡിറ്റീരിയേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻഡേർഡ് വഷളായി പോകുക എന്നുള്ളത്. അടുത്തത് ന്യൂട്രൽ വാല്യൂ ഫ്രീ ബ്യൂറോക്രസി. ന്യൂട്രൽ വാല്യൂ ഫ്രീ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ പോസിബിൾ ചെയ്യുന്നത് ഏത് സൊസൈറ്റിയിലാണ്? കൺസെൻസ് എക്സിസ്റ്റ് ഓൺ വാല്യൂസ് ആണ്. ഓക്കെ, ഇത്രയാണ് വരുന്നത് ഒരു മാർക്കിന്റെ. ഇനി 2 മാർക്കിന്റെയും 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ അടുത്ത വീഡിയോസിൽ അവതരിപ്പിക്കാം. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.